അനക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണേ. ഞാനെന്താ അറിയോ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഓർഡർ കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് എടുത്ത സമയത്ത് ബുക്ക് എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് 2-3 ഓർഡർ കൂടുതൽ വന്നിട്ടുണ്ടല്ലേ? എനിക്കുണ്ട്. നോട്ട്ബുക്ക് ഇവിടുന്ന് റേറ്റിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. ട്രെയിൻ വരെ ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് കുറച്ചു നേരം തണലത്ത് പോയിരുന്നാലും അവിടെ ഇരിക്കല്ലേ? ഇവിടെ ഭയങ്കര വെയില്. ഓക്കെ. സ്വാലിയല്ലത്? അതാ നവാബ് എങ്ങട്ടാ? ഞാൻ നിലമ്പൂരിക്കടാ. എന്താ പരിപാടി? ഞങ്ങൾ എല്ലാ വർഷവും ബുക്ക് എടുക്കാറുണ്ട്. അതായത് നോട്ട്ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളത് ബുക്ക് നോക്കിയിട്ട് എല്ലാ വർഷവും നിലമ്പൂരിൽ നിന്ന് എടുക്കല്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോപ്പ് ഉണ്ട് അവിടുന്ന്. അപ്പോൾ അവിടുന്ന് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഞാനും ഷെമീറാനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യല്. എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇജെന്തിനാ ബുക്ക് എടുക്കുക അങ്ങോട്ട് പോണത്? ഇവിടെ വല്ലപ്പുഴ ബഡ്സ് സ്കൂളിലുണ്ടല്ലോ ബുക്ക്. അതടാ, ഞങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണേ. അപ്പൊ അത് ഇവിടുന്ന് കിട്ടുമെന്നില്ലെന്ന് അറിയില്ലല്ലോ. നമ്മള് സാധാരണ നിലമ്പൂർ പോയിട്ടാണ് എടുക്കാറ്. നിങ്ങൾക്ക് ഏത് തരല്ല നോട്ട് ബുക്കുകളും നമ്മളെ വല്ലപ്പുഴ ബഡ്സ് സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ ഇല്ലേന്ന് നോക്കാൻ നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോരും. ഷെമീറ, നമുക്ക് എന്തായാലും ഇപ്പൊ ഇനി അവിടെ ഒന്ന് പോയി നോക്കാം. സാലി പറഞ്ഞല്ലേ, നമുക്ക് പോയി നോക്കിട്ട് വരാം. ഇനിയിപ്പോ നമുക്ക് പോയി നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഫിക്സ് ചെയ്യാം. ഓക്കെ. ജനുവരി 9 പ്രവർത്തനം ആരംഭിച്ച സ്നേഹഭവനം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന സ്ഥാപനം വാടക കെട്ടിടത്തിലായിരുന്നു തുടങ്ങിയത്. 23 കുട്ടികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം കെട്ടിടമായി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി ചെലവഴിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം ബിൽഡിംഗ് ആയിട്ടുണ്ട്. 51ഓളം കുട്ടികൾ അഡ്മിഷനുണ്ട്. 43 പേര് ഡെയിലി വരുന്നവരുണ്ട്. അവർക്ക് തൊഴിൽ എന്നൊരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീയുടെ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു നോട്ട് പാഡിൻ്റെ യൂണിറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട്ബുക്കുകൾ, അതേപോലെ മീറ്റിങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് പാഡുകൾ ആവശ്യമുള്ളവർ ഞങ്ങളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. ഓരോ സ്കൂളുകാരുടെയും ആവശ്യാനുസരണം അവർക്ക് അവരുടെ സ്കൂളിൻ്റെ മോഡൽ വെച്ചിട്ട് വേണം, ഇന്ന രീതിയിൽ വേണം എന്ന് പറയുകയാണെങ്കിൽ അതേപോലെ ഇന്ന സൈസുകൾ, കോളേജ് സൈസ്, അങ്ങനെ അവർക്ക് ഓരോ കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാവുമല്ലോ, അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ നോർമലി ഞങ്ങൾ ചെയ്യുന്നത് 24x18 സൈസാണ്. പിന്നെ കോപ്പി സൈസുകളാണ് ചെയ്യുന്നത്. അത് ഇവിടെ എന്തായാലും ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതിനായി ചുവടെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭരണസമിതി ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും കൂടിയിട്ടാണ് ഈ നോട്ട്ബുക്ക് നോട്ട് പാഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും ബഡ്സ് സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കുമായി ഒരു വരുമാന രീതിയിലാണ് നമ്മൾ ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഇനി അങ്ങോട്ട് സ്കൂള് ഓപ്പൺ ചെയ്യണ സമയമാവുമ്പോൾ എല്ലാവരും ബുക്ക് വാങ്ങി നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചാണ് ഇവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാവരും നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കുക. ഓക്കെ.